നമസ്കാരം. പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ബ്രിട്ടൻ നിരോധിത സംഘടനയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നിരവധി കമൻറ്റുകളാണ് ആ പോസ്റ്റിന് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ വരിക എന്നുള്ളതാണ്. UK ഈ സംഘടന എന്തുകൊണ്ട് നിരോധിച്ചു? ആർക്കൊക്കെയാണ് ഈ നിരോധനം ബാധകം? എല്ലാ പലസ്തീൻ ആക്ടിവിസ്റ്റുകൾക്കും ഇത് ബാധകമാണോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യത്തിൽ എന്താണ് ഈ പലസ്തീൻ ആക്ഷൻ എന്ന് പറയുന്നത്? പലസ്തീൻ ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന 2020 സ്ഥാപിതമായ UK ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾക്ക് UKയുടെ പിന്തുണ അവസാനിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനായി അവർ ഡയറക്റ്റ് ആക്ഷൻ എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇസ്രായേലിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളെ ലക്ഷ്യമിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ ചുവന്ന പെയിൻ്റ് അടിപ്പിക്കുക, അടിച്ച് പ്രതിഷേധിക്കുക, ഫാക്ടറികളിൽ അല്ലെങ്കിൽ കമ്പനികളിൽ കയറി അതിക്രമിച്ച് കയറി അവരെ പ്രതിഷേധിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പൊതുവെയുള്ള ഒരു പ്രതിഷേധ രീതി എന്ന് പറയുന്നത്. പ്രധാനമായും ഇസ്രായേലി ആയുധ നിർമ്മാണ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് ആണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിരോധനം വന്നിരിക്കുന്നത്? തീർച്ചയായും 2025 ജൂൺ 20 രണ്ടാഴ്ചകൾ മുമ്പ് ഈ ഒരു സംഘടന, പലസ്തീൻ ആക്ഷൻ എന്ന സംഘടന, റോയൽ എയർഫോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ബേസായ ഓക്സ്ഫോർഡ്ഷയറിലുള്ള ബ്രൈസ് നോർട്ടണിൽ അതിക്രമിച്ച് കയറി 2 സൈനിക വിമാനങ്ങളിൽ ചുവന്ന പെയിൻ്റ് അടുപ്പിച്ചു. അതാണ് ഇതിനെല്ലാം കാരണമായിട്ട് പറയുന്നത്. ഏകദേശം 7 മില്യൺ പൗണ്ടിൻ്റെ നാശനഷ്ടമാണ് ആ ഒരു സംഭവത്തിലൂടെ വന്നതായി കണക്കൂട്ടുന്നത്. ഇത് ബ്രിട്ടൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ആരോപിച്ച് ഹോം സെക്രട്ടറി അടുത്ത ദിവസം തന്നെ ആ സംഘടനയെ നിരോധിത സംഘടനയെ പ്രഖ്യാപിക്കണം എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം അത് പാർലമെൻറ്റിൽ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം അത് കോടതിയിൽ പോയി കോടതിയും ആ ഒരു നിയമം അംഗീകരിച്ചു കൊടുത്തു. അവർ അപ്പീൽ തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് ആ ഒരു സംഘടന നിരോധിത സംഘടനയിലേക്ക് മാറിയത്. 2020 മുതൽ ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാരണം നിരവധി കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് പൗണ്ടിൻ്റെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് കണക്ക്. ഇതെല്ലാം കൂട്ടി വായിച്ചാണ് ഇപ്പോൾ നിരോധനം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പറയാം, ഇതുപോലെ ബ്രിട്ടൻ്റെ അതിപ്രധാനമായൊരു മേഖലയിലേക്ക് അവർ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സംവിധാനങ്ങളിൽ വീഴ്ചയല്ലേ എന്ന് നമുക്ക് ചോദ്യം ഉയരാം. തീർച്ചയായും സത്യമാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്കറിയാം ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്, ഇവിടെ ഒരു നോ എൻട്രി ബോർഡ് ഉണ്ടെങ്കിൽ, ഒരു നോ എൻട്രി അല്ലെങ്കിൽ സെക്യൂർഡ് ഏരിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് കയറുകയില്ല. അവിടെ പ്രത്യേകം പോലീസിനെ നിർത്തി ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം പൊതുവേ ഇല്ല. അപ്പം അങ്ങനെ ആരും കയറുകയുമില്ല. അതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും മിക്ക സ്ഥലങ്ങളും ഇപ്പോഴും അത്ര ഹൈ സെക്യൂർഡ് ഏരിയകളിൽ പോലും അത്ര ഹൈ സെക്യൂരിറ്റി കാണാത്തത്. പക്ഷേ അതെല്ലാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിരോധനം ആർക്കൊക്കെയാണ് ബാധകമാകുന്നത്? നിലവിൽ ബാധകമാകുന്നത് പലസ്തീൻ ആക്ഷൻ എന്നൊരു സംഘടനയ്ക്ക് മാത്രമാണ്. അതായത് ഈ ഗ്രൂപ്പിൻ്റെ അംഗമാവുക, ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക, ഇവരുടെ ലോഗോ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ളതെല്ലാം ഇപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ക്രിമിനൽ കുറ്റമാണ്. 7 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ ഒരു സംഘടനയെ നമ്മൾ അനുകൂലിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ സമാധാനപൂർണ്ണമായ മറ്റ് പ്രോ പാലസ്തീൻ അനുകൂല സംഘടനകൾക്കോ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പുകൾക്കൊന്നും ഇങ്ങനെയുള്ള ഒരു നിരോധനം നിലവിൽ ബാധകമല്ല എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. ഹോം സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതുപോലെ തന്നെ ശാന്തിപൂർവമായ പ്രോ പാലസ്തീൻ പ്രതിഷേധങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. എന്നാൽ പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയുടെ നേരിട്ടുള്ള നശീകരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ നിരോധന കാരണം. ആ ഒരു സംഘടന മാത്രമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ആംനസ്റ്റി ഇന്റർനാഷണൽ, UN സെക്യൂരിറ്റി വിദഗ്ധർ തുടങ്ങിയവരെല്ലാം അഭിപ്രായ പ്രകടനത്തിന് ഭീഷണി എന്ന രീതിയിലുള്ള വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ചുരുക്കത്തിൽ പലസ്തീൻ ആക്ഷൻ എന്നത് ഒരു വിവാദ സംഘടനയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ UK ഭരണകൂടത്തിന് ദേശീയ സുരക്ഷാ ഭീഷണിയായി മാറി. എന്നാൽ ഈ നിരോധനം എല്ലാ പലസ്തീൻ അനുകൂല സംഘടനകൾക്കും ആക്ടിവിസ്റ്റുകൾക്കും എതിരല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കുറച്ചുകൂടെ ലളിതമായി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾക്ക് ഈ റാലികളും പ്രതിഷേധ സമരങ്ങളും കല്ലേറും എല്ലാം സുപരിചിതമാണ്. പൊതുമുതൽ എത്രയോ നശിപ്പിച്ചിരിക്കുന്നു. അത് നമുക്കൊരു പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നതേയില്ല. പക്ഷേ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം, ഈ സമരം മുറകളെല്ലാം പുതിയതാണ്. പൊതുമുതൽ നശിപ്പിക്കുക എന്നൊന്നും പറയുന്നത് ഇവർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സമരമുറകളിലേക്ക് ആളുകൾ കടക്കുമ്പോൾ ഇതുപോലുള്ള നിയമനീക്കങ്ങളിലൂടെ സർക്കാർ അതിനെ കടിഞ്ഞാണിടുന്നതും. നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സമരം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയെ, അല്ലെങ്കിൽ KSRTC ബസ്സിന് കല്ലെറിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നാളെ മുതൽ കോടതി അല്ലെങ്കിൽ സർക്കാർ അതിനെ നിരോധിത സംഘടനയെ പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊന്നും കേട്ടുകേൾവി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായി ഇവർ കണക്കാക്കുന്നു. അതിനെ അവർ നിരോധിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻ്റായിട്ട് ഒന്ന് പറയണേ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.